സോ ഇൻ ടുഡേയ്സ് വേൾഡ്, ഇന്നത്തെ ലോകത്തിൽ എല്ലാ ആൾക്കാരും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് AI നമ്മളെ മനുഷ്യന്മാരെ ജോബ് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത്. അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ജോബുകളൊക്കെ AI എന്തായാലും റീപ്ലേസ് ചെയ്യും. ബട്ട് മേജറായിട്ടുള്ള ജോബുകളും AIക്കൊന്നും ഒരിക്കലും നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ AIനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത ആളാണെന്നുണ്ടെങ്കിൽ ആ ആളെ ജോലി ചിലപ്പം വേറൊരു വ്യക്തി വന്നിട്ടുണ്ടാകും റീപ്ലേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 2025 പകുതി ആവാനായിട്ടുണ്ട്. അതായത് ഒരു ജൂണൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് AI പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. സോ അതിനെക്കൊണ്ട് തന്നെ AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്കിൽസുകളുണ്ട്. സോ ആ സ്കിൽസിൽ നിങ്ങൾ മേജറായിട്ട് മാസ്റ്റർ ചെയ്യേണ്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാസ്റ്റർ ചെയ്യേണ്ട ഒരു AI സ്കില്ലിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ ദാറ്റ്സ് എ ടുഡേയ്സ് വീഡിയോ. നിങ്ങളുടെ ആദ്യമായിട്ടുണ്ടെങ്കിൽ പേര് നിഷാലിനാണ്. മൈൻഡ്, മണി, മാനർ, മൂവ്മെൻറ്റ്, ഈ 4 കാര്യങ്ങളെ പറ്റി നമ്മൾ ഈ ചാനൽ സംസാരിക്കുന്നുണ്ടാവുക. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, സോ നമ്മളെ സ്കില്ല് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, AI പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നാണ്. അതായത് നമ്മളെല്ലാ ആൾക്കാരും AI യൂസ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ AIനോട് ചോദിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ അതിനെ സയൻറ്റിഫിക് ആയിട്ട് പ്രോപ്പറായിട്ട് എങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ട് AI പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഈ ഒരു AIയിലേക്ക് ഇപ്പോൾ എക്സാമ്പിൾ നമുക്കിവിടെ ChatGPT എടുക്കാം. ChatGPTയിലേക്ക് നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ തരുന്ന ആൻസേഴ്സും വേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ എന്താണോ ചോദിക്കുന്നത് അതായിരിക്കും നമുക്ക് എന്താക്കുക, ChatGPT ആൻസർ ചെയ്യുക. സോ അതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ആൻസേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് വേണം നമ്മൾ എന്താക്കാൻ ചോദിക്കാൻ വേണ്ടിയിട്ട്, അതിനനുസരിച്ചുള്ള പ്രോംപ്റ്റ് വേണം നമ്മൾ എന്താക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആക്ച്വലി മാസ്റ്റർ ചെയ്യേണ്ട ഏറ്റവും വലിയ സ്കില്ല് എന്ന് പറയുന്നത്. ഈ ഒരു AI പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിന് വേണ്ടി മാത്രം, അതായത് ക്വസ്റ്റ്യൻസ് AIനോട് പ്രോപ്പറായിട്ട് ചോദിക്കാൻ വേണ്ടി മാത്രം ഒരുപാട് ജോബുകൾ തന്നെ ശരിക്കും കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ അത്ര പോപ്പുലർ ആയിട്ടില്ല, എന്നാൽ പോലും ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ വന്ന് തുടങ്ങുന്നുണ്ട്. സോ ഭാവിയിൽ ചിലപ്പോൾ നമുക്കൊരു ജോബ് വരെ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു AI സ്കില്ലാണ് ആക്ച്വലി ഈ ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് മാസ്റ്റർ ചെയ്യുന്ന ഒരു സ്കില്ലാണ് ഈ ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു AIനോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചോദിക്കേണ്ട മെത്തേഡിനെ ഒരു 4 ഫ്രെയിം വർക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 4 പാർട്ട് ഫ്രെയിം വർക്ക് ആക്കിയിട്ടുണ്ട്. അതായത് നിങ്ങളൊരു പ്രോംപ്റ്റ് AIനോട് ചോദിക്കുമ്പോൾ അതിൽ 4 സ്റ്റേജസിലൂടെ ആക്ച്വലി കടന്നു പോകണം. ആ 4 സ്റ്റേജസിലൂടെ നിങ്ങൾ കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഒരു AIനോട് ചോദിക്കാൻ പറ്റും. സോ അത് ഞാൻ എന്താക്കി തരാം, നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ ദി ഫസ്റ്റ് പാർട്ട് ഈസ് ഡിഫൈൻ ദി റോൾ. അതായത് നിങ്ങൾ AIനോട് എന്തൊരു കാര്യം ചോദിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ AI ഏത് ക്യാരക്ടറായിട്ടാണ് ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ക്യാരക്ടറായിട്ടാണ് ആക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം എന്താക്കണം, സജഷൻ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചോദിക്കാൻ പോകുന്നൊരു ക്വസ്റ്റ്യൻ ഒരു ഗ്രാഫിക് ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അവരോട് പറയേണ്ടത് നിങ്ങൾ ഒരു ബെസ്റ്റ് ഗ്രാഫിക് ഡിസൈനറായിട്ട് ആക്ട് ചെയ്യുക, ആക്ട് ആസ് എ ഗ്രാഫിക് ഡിസൈനർ എന്ന് എന്താക്കുക, ആൾക്ക് പ്രോംപ്റ്റ് കൊടുക്കണം. അതായിരിക്കും നിങ്ങളെ ഫസ്റ്റ് ലൈൻ. ഓക്കെ, സോ നിങ്ങൾ എന്ത് കാര്യമാണെങ്കിലും, നിങ്ങളിപ്പോൾ ഫിലിം റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആക്ട് ആസ് എൻ എക്സ്പേർട്ട് ഇൻ ഫിലിം ഇൻഡസ്ട്രി, അങ്ങനെ എന്താക്കുക, ഒരു ഫസ്റ്റത്തെ സെൻറ്റൻസ് ആയിട്ട് എന്താക്കുക നിങ്ങൾ കൊടുക്കുക. സോ ഫസ്റ്റ് നിങ്ങളെപ്പോഴും ഏതൊരു കാര്യത്തിനെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ നിങ്ങൾ നീറ്റിനെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ട് ആസ് എ ബെസ്റ്റ് നീറ്റ് ആസ്പിരൻറ്റ്, അല്ലെങ്കിൽ ആക്ട് ആസ് എ ബെസ്റ്റ് നീറ്റ് കോച്ച് എന്നൊക്കെ എന്താക്കുക, നിങ്ങൾ ഫസ്റ്റ് അതിന് പ്രോംപ്റ്റ് കൊടുക്കുന്നതിൽ ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾ കൊടുക്കണം. എന്നിട്ടേ നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഡിഫൈൻ ദി റോൾ. നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണ് ആൻസർ കിട്ടേണ്ടത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ടായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താക്കണം, അതിനോട് കമാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ പ്രോംപ്റ്റ് ഫസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ടത്. രണ്ടാമതാണ് പ്രൊവൈഡ് ഡാറ്റ. അതായത് AIനോട് നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ഡാറ്റാസ് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഡാറ്റാസ് നമുക്ക് കൊടുക്കാൻ പറ്റണം. സോ അതിനനുസരിച്ചിട്ട് ആ AI നമുക്ക് തരുന്ന സാധനങ്ങളും നല്ല ബെസ്റ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ അത് പറയുന്ന കൂടെ തന്നെ അതിനൊരു എക്സാമ്പിളും കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എക്സാക്റ്റ് ആ സെയിം എക്സാമ്പിൾ എന്താക്കി തരും, ഒരത് ഉണ്ടാക്കി തരും. സോ എത്രത്തോളം ഡാറ്റാസ് നിങ്ങൾക്ക് അതിന് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് എനിക്കൊരു കണ്ടൻറ്റിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് എന്താക്കാം, ഇങ്ങനെ ഒരു കണ്ടൻറ്റിൻ്റെ സ്ക്രിപ്റ്റ് ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതന്നെ നോക്കാനും കുട്ടിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു വാച്ച് ജസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു വാച്ചിൻ്റെ കണ്ടൻറ്റ് വേണം. ജസ്റ്റ് അത് മാത്രമേ ഞാൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു കണ്ടൻറ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതിന് പകരം ഞാൻ പറയുകയാണ് എനിക്കൊരു വാച്ചിൻ്റെ കണ്ടൻറ്റ് വേണം, അതിന് കൂടെ നമുക്ക് അതിനെന്തൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് എന്നുള്ളത് സ്പെഷ്യലി ഓരോ ഡാറ്റാസ് അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് എനിക്ക് ഇന്നത് വേണം, ഇന്നത് വേണം, ഇന്നത് വേണം, ഇന്നത് വേണം എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് ഞാൻ അതിൽ എന്താക്കണം പറഞ്ഞു കൊടുക്കണം. അതാണ് എന്ത് പറയുന്നത്, ഡാറ്റാസ് എത്രത്തോളം ഡാറ്റാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഡാറ്റാസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത്രത്തോളം ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും, ആ ഒരു AIക്ക് നമുക്ക് തരാൻ പറ്റും. സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ എന്താക്കുക, പ്രൊവൈഡ് ദി ഡാറ്റ. തേർഡ് സ്റ്റെപ്പാണ് മേക്ക് ദി ആസ്ക്. അതായത് ഈ ഒരു സ്റ്റെപ്പിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റേജിലാണ് നമ്മൾ എന്താക്കുക,
എന്താക്കുക, നമുക്ക് വേണ്ടി സാധനം ചോദിക്കാം. അത് ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം എന്താക്കി, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു നീറ്റ് സ്റ്റുഡൻറ്റിന് ഒരു പ്ലാൻ അല്ലെങ്കിൽ റോഡ് മാപ്പ് ഉണ്ടാക്കണം നോട്ടിക്കുക. അതാണ് നമ്മൾ പ്ലാൻ അല്ലെങ്കിൽ നമ്മൾ ഏണ്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കേണ്ട ക്വസ്റ്റൻ നിങ്ങൾക്ക് എന്താക്കുക വേണമെങ്കിൽ ഒറ്റയ്ക്ക് ചോദിക്കാം. ഐ വാണ്ട് എ റോഡ് മാപ്പ് ഫോർ നീറ്റ് 2026 എന്ന് ചോദിക്കാം. അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് യു ആക്ട് ആസ് എ നീറ്റ് എക്സ്പേർട്ട് അല്ലെങ്കിൽ നീറ്റ് കോച്ചിങ് എക്സ്പേർട്ടിന് എന്താക്കുക കൊടുക്കുക ഫസ്റ്റ്. സെക്കൻഡ്, ഓരോ ഡാറ്റ നീറ്റ് 2026 ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ അതിനെനിക്ക് ഇത്ര മാസമുണ്ട്, ഇത്ര മാസത്തിൽ ഇത്ര ദിവസമാണ് ഞാൻ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എന്തൊക്കെ ഡാറ്റാസ് കൊടുക്കാൻ പറ്റും അത്ര ഡാറ്റാസ് കൊടുക്കുക. മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണെന്ത്, എന്താണോ നിങ്ങളുടെ ആവശ്യം അത് നിങ്ങൾ ചോദിക്കുക. ഓക്കെ, സോ ഇവിടുത്തെ നമ്മൾ ആവശ്യം എന്താ, ഒരു നീറ്റിന് റോഡ് മാപ്പ് കിട്ടുന്നതാണ്. സോ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം എന്താക്കുക, ഐ വാണ്ട് എ സ്ട്രക്ചേർഡ് റോഡ് മാപ്പ് ഫോർ ദിസ്, അങ്ങനെ കൊടുക്കുക. അതാണ് എന്ത് നമ്മളെ മൂന്നാമത്തെ കാര്യം. നമ്മൾ എന്താണോ ആവശ്യം അത് നമ്മൾ എന്താക്കുക ചോദിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഞങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും, ഇത് ഓരോന്നും ഓരോ ടൈമായിട്ടാണ് ചോദിക്കുന്നത്. അല്ല, ഒരൊറ്റ ആ ഒരു ആസ്കിൽ അല്ലെങ്കിൽ പ്രോംപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട സാധനമാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ റോൾ ഫിക്സ് ചെയ്ത്, സെക്കൻഡ് നമ്മൾ മാക്സിമം ഡാറ്റ കൊടുത്ത്, മൂന്ന് നമ്മളത് ആസ്ക് ചെയ്ത്. ഇനി നാലാമത്തെ കാര്യമാണ് ഏറ്റവും ഫൈനലായിട്ടുള്ള കാര്യം, റിക്വസ്റ്റ് ഫോർമാറ്റ്. അതായത് നമ്മൾ ആ ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നത് നമുക്ക് തിരിച്ച് കിട്ടേണ്ടത് ഏത് ഫോർമാറ്റിലാണെന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ PDF ആയിട്ട് കിട്ടും, പിക്ചേഴ്സ് ആയിട്ട് കിട്ടും, സ്പ്രെഡ്ഷീറ്റ് ആയിട്ട് കിട്ടും, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും എന്താക്കി തരാൻ പറ്റും. ആ ഒരു AIക്ക് നമുക്ക് തിരിച്ച് സാധനം തരാൻ പറ്റും. സോ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് പറയേണ്ടത്, നിങ്ങൾ ലാസ്റ്റ് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ഇതൊരു PDF-ലാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ എനിക്കിതൊരു PDF-ലാണ് വേണ്ടത്, ഐ വാണ്ട് ദിസ് ഇൻ PDF. അങ്ങനെ ആ ഒരു റിക്വസ്റ്റ് നിങ്ങൾ എന്താക്കണം കൊടുക്കണം. ഏതൊരു ഫോർമാറ്റിലാണ് വേണ്ടിയെന്നുള്ളത് നിങ്ങൾ എന്താക്കണം ലാസ്റ്റ് റിക്വസ്റ്റ് ചെയ്യണം. ഐ വാണ്ട് ദിസ് ഇൻ സ്പ്രെഡ്ഷീറ്റോ അല്ലെങ്കിൽ ഐ വാണ്ട് ദിസ് ആസ് എ പിക്ചറിനോ, അങ്ങനെ എന്ത് നിങ്ങൾ എന്താക്കുക, നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലാണോ വേണ്ടത് ആ ഫോർമാറ്റും കൂടി കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ സ്വന്തം ടൈപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുക. സോ അത് നമുക്ക് റെഫർ ചെയ്യാനോ അത് നമുക്ക് എടുത്ത് നോക്കാനും അനലൈസ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നമുക്ക് എന്താക്കാം, ഒരു പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തരാൻ പറഞ്ഞാൽ അത് നമുക്ക് PDF ആക്കി തരാൻ പറഞ്ഞാൽ PDF ആക്കി തരും. സോ ഈ 4 സ്റ്റേജിലൂടെ നമ്മൾ എന്താക്കണം, കടന്നുപോയാൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, പ്രോപ്പറായിട്ട് AIനോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുള്ളൂ. ഇതേ ഒരു 4 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ ഏറ്റവും കില്ലാടി ആയി എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഏറ്റവും ബേസിക്കായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും മേജറായിട്ടുള്ള ഒരു പാർട്ടാണെന്ത്, നമ്മൾ ചോദിക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത്. സോ ആ രീതി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു 4 പാർട്ട് ഫ്രെയിം വർക്കാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താക്കുക, താഴത്തെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഈ ഒരു AI വീഡിയോ എന്ന് പറഞ്ഞത് നമ്മളിതൊരു മാനറിൻ്റെ റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തതാണ്. സോ AI റിലേറ്റഡുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും AI ടൂൾസിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിലോ ഒക്കെ നമ്മൾ എന്താക്കുക, താഴത്തെ കമൻറ്റ് ചോദിച്ചാൽ മതി, നമ്മൾ അതിനെപ്പറ്റി വീഡിയോസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ